എല്ലാ വേദിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതാണ്. ഇനി നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണീസ് ആണ് ഈ ഒരു വേദിയിൽ നടക്കാൻ പോകുന്നത്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഒരുപാട് പ്രേരണയോടു കൂടി നമ്മൾ കാത്തിരുന്ന ആളിവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു കയ്യിൽ എടുത്തൂടെ? നമ്മുടെ സ്നേഹം നമുക്ക് നല്ല നിറഞ്ഞ കഴിയുവാനില്ല. താങ്ക് യു സോ മച്ച്. ഷൂട്ടിന്റെ തിരക്കാണെന്ന് അറിയാം, എങ്കിലും ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണീസ് ജില്ലാ പഞ്ചായത്ത് സുരേഷ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നമ്മുടെ വ്യവസായിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, നമ്മുടെ നെയ്യാറ്റിൻകര MLA ആൻസിലാൻ, ഇംസിന്റെ MD ഫൈസൽ ഖാൻ, ബാലരാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ അവർ, AKDCയുടെ രക്ഷാധികാരി നാഗരാജൻ, മറ്റ് വേദിയിലിരിക്കുന്ന പുതിയ സംരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സർ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുടെ വാക്ക് കേൾക്കാനാണ്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന് പോകാനായിട്ട് അല്പം ധൃതിയുണ്ട്. അതുകൊണ്ട് തന്നെ നിഖിലേക്ക് ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് കുറച്ച് അധികം സംസാരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മിനിസ്റ്റർക്ക് പോകാനുള്ള ഒരു തിരക്ക് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറമണീസിലോട്ട് പോവുകയാണ്. നമുക്ക് ആദ്യം ദണ്ഡകല ബിൽഡിങ്ങിന്റെ ഒരു മന്ദിരമായിട്ട്
ക്യാമറ കുറച്ചുകൂടെ വൈഡൊക്കെ നല്ല വിഷ്വൽ സ്പേസ് ഉണ്ട്, കുറച്ചുകൂടെ ബാക്ക് പിടിക്കാവോ? അഭിടം സൗമിനി മാഡം മോൻ ഫ്രണ്ട് വിടുന്നു സാർ. എടാ കുറച്ചുകൂടെ ബാക്കിലോട്ട്, എടാ കുറച്ചുകൂടെ ബാക്കിലോട്ട്. സൈഡിലോട്ട് ക്യാമറ മീഡിയ കുറച്ച് പിടിക്കും, ക്യാമറ കുറച്ച് പിടിക്കും, മേഡം നമുക്ക് അപ്പർ സൈഡിലൂടെ ഒന്ന് വിസിറ്റ് ചേട്ടാ അപ്പർ സൈഡിൽ അവിടെ അങ്ങോട്ട് നോട്ടോ.
അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചത് കർഷകരോട് ചേർന്നു ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. തോന്നുന്നു പാലക്കാട് അവർക്ക് 23 വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും അടുപ്പമുള്ള അവനൊരു ജ്വല്ലറി അവർ പുതിയൊരു ഷോറൂമായിട്ട് തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തൊരു ഇനാഗുറേഷൻ വരുന്നത്. എനിക്ക് എല്ലാ കാലത്തും എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ തിരുവനന്തപുരംകാരിയായിട്ടാണ്. എപ്പോഴും ഒരുപാട് സ്നേഹം കിട്ടുന്നതും ഇപ്പോഴും എന്നെ ഒരുപാട് ആൾക്കാർ അറിയുന്നതും ആ ഒരു ക്യാരക്ടറിൻ്റെ പേരിലാണ്. കബനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു രത്നകലാജ്വല്ലറിയുടെ ഇനാഗുറേഷന് വരാൻ സാധിച്ചതിന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. രത്നകലാജ്വല്ലറിയുടെ അവർക്ക് എനിക്ക് തോന്നുന്നു 23 വർഷമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പം എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം അവർ എത്രത്തോളം സക്സസ് ആയതുകൊണ്ടായിട്ടാണ് 23 വർഷം അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അഭിമാന നിമിഷമാണ്. അകത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ട്. ഞാൻ യൂഷ്വലി കണ്ടിട്ടില്ല ഇത്രയും സിൽവർ ജ്വല്ലറി കണ്ടു. ഞാൻ ഭയങ്കര ഒരു സിൽവർ ജ്വല്ലറി ഫാനാണ്. ഇത്രയധികം സിൽവർ ജ്വല്ലറി ആൻറ്റിക് പീസസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് സിൽവർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ സ്വർണത്തിന് പകരമായിട്ട് മുക്ക വാങ്ങി വയ്ക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. സ്വർണവും സിൽവറും ഒക്കെ എപ്പോഴും ഒരു അസറ്റാണ്. അപ്പോൾ നമ്മളുടെ ഒരു കളക്ഷനിലേക്ക് രത്നകലയുടെ കുറച്ച് ആഭരണങ്ങളും കൂടെ ചേർക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച് രജില. ഇനി പുതിയ സിനിമാ വിശേഷങ്ങളോട് 2 വാക്ക്, ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഇനി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴിലൊരു സിനിമ വാഴയിന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓണത്തിന് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇനി കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞൊരു സിനിമ ഓണത്തിന് റിലീസുണ്ട്. പിന്നെ കുറച്ച് റിലീസുകളുണ്ട്. അതെ, അതൊക്കെ കുറച്ച് സസ്പെൻസ് അല്ലേ? അല്ല, സസ്പെൻസ് അല്ല, ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നതാണ്. ഓക്കെ. അപ്പൊ നീല ഒരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ഡാൻസ് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടെ 2 സ്റ്റെപ്പ് വെക്കത്തില്ലേ? ഞാനൊരു 10 ദിവസമായി യാത്ര ചെയ്ത് ആണോ? പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു? എന്ത് ചെയ്യണം? അഴകിയ ലൈല. ഇപ്പൊ നിഖിലയുടെ ഏത് വീഡിയോ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിൽ കണ്ടാലും ഈ അഴകിയ ലൈലയാണ്. അപ്പൊ ഒന്നും ജസ്റ്റ് ഒരു പാട്ടിന്റെ ഒരു വൈബ് നോക്കാം. സ്റ്റെപ്പ് ഒന്നും വരുന്നത് അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു മെഗാ ബമ്പർ സമ്മാനം ഓഗസ്റ്റ് 25 തൊട്ട് ജനുവരി 25 വരെയുള്ള ആ ഒരു സമ്മാനത്തിന്റെ പെരുമഴ നിങ്ങളുടെ മുന്നിലേക്ക് TV തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സമ്മാനം